ഈ സാഹചര്യത്തിൽ നമുക്ക് രോഗം വരാതെ കാക്കുക എന്നത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. എന്നാൽ ചില കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തിയാൽ ഒരു പരിധിവരെ പകർച്ചവ്യാധികളിൽ നിന്നും മറ്റു രോഗങ്ങളിൽ നിന്നും രക്ഷപ്പെടാനാകും. അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്ന്, കൈകൾ വൃത്തിയായി സൂക്ഷിക്കുക എന്നതാണ്. കോവിഡ് കാലത്ത് നമ്മൾ പിന്തുടർന്ന നല്ല ശീലമാണ് ഇടയ്ക്കിടെ കൈകൾ സോപ്പിട്ട് കഴുകുക എന്നത്. അതുകൊണ്ട് തന്നെ സോപ്പും വെള്ളവും ഉപയോഗിച്ച് 20 സെക്കൻഡെങ്കിലും കൈകൾ കഴുകുക. ആൽക്കഹോൾ അടങ്ങിയ ഹാൻഡ് സാനിറ്റൈസർ ഉപയോഗിക്കുകയും ചെയ്യാം. 2, മാസ്ക് ധരിക്കുക എന്നതാണ്. രോഗലക്ഷണങ്ങൾ, അതായത് ചുമ, തുമ്മലുള്ളവരും അവരുമായി ഇടപഴകുന്നവരും മാസ്കുകൾ ധരിക്കാൻ ശ്രദ്ധിക്കുക. അടുത്തത്, ചുമ, തുമ്മൽ സമയങ്ങളിൽ ശ്രദ്ധിക്കുക എന്നതാണ്. ഒരിക്കലും കൈകളിലേക്കോ പുറത്തെ വായുവിലേക്കോ തുമ്മുകയോ ചുമയ്ക്കുകയോ ചെയ്യാതിരിക്കുക. ഇത് അന്തരീക്ഷത്തിലേക്കും കൈകളിലേക്കും അണുക്കൾ പരത്താനിടയാകും. തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും വായയും മൂക്കും തൂവാലയോ ടിഷ്യൂ പേപ്പറോ ഉപയോഗിച്ച് മൂടുക. അതോടൊപ്പം ടിഷ്യൂകൾ സുരക്ഷിതമായി വേസ്റ്റ് ബിന്നിൽ നിക്ഷേപിക്കാനും ശ്രദ്ധിക്കണം. അടുത്തതായി ശ്രദ്ധിക്കേണ്ട കാര്യം സാമൂഹ്യ അകലം പാലിക്കുക എന്നതാണ്. രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്നവർ മറ്റുള്ളവരിൽ നിന്നും അകലം പാലിക്കുക. 5, ഭക്ഷണ ജലശുചിത്വം. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. പഴങ്ങളും പച്ചക്കറികളും നന്നായി കഴുകിയ ശേഷം മാത്രം കഴിക്കുക. 6ാമത്തെ പ്രധാനപ്പെട്ട കാര്യം പരിസര ശുചിത്വമാണ്. കൊതുക് പോലെയുള്ള രോഗവാഹകരുടെ പ്രജനനം തടയുന്നതിനായി വീടുകളിലും പരിസരങ്ങളിലും വെള്ളം കെട്ടിക്കിടക്കാതെ ശ്രദ്ധിക്കുക. വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുകയും വേണം. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ ഒരു പരിധിവരെ ഈ പകർച്ചവ്യാധികളെ നമുക്ക് അകറ്റാനാകും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.